അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പഠിച്ചതെന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ടെൻസ് 3 കാലങ്ങളാണുള്ളത്: പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. അതായത് ഇപ്പം നടക്കുന്നത്, കഴിഞ്ഞത്, പിന്നെ വരാനിരിക്കുന്നത്. അതിൽ ഇപ്പം നടക്കുന്ന കാര്യം അതാണ് ഞാനിപ്പോൾ അത് അതായത് ഓരോ ടെൻസും 4ആയിട്ട് തിരിയുന്നുണ്ട്. അപ്പോൾ 3 × 4 12 എണ്ണം ഉണ്ട്. ഈ 12 എണ്ണത്തിൽ 4 എണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നത് പാസ്റ്റാണ്. പാസ്റ്റും ഇതുപോലെ തന്നെ 4 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? ഈ പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്ന പ്രസൻറ്റ് അങ്ങ് മാറ്റി പാസ്റ്റ് അങ്ങ് ചേർത്താൽ മതി എല്ലാ 4 എണ്ണത്തിൻ്റെ കൂടെ. അപ്പോൾ ഈ പറയുന്ന 4 ടെൻസ് കിട്ടും. അതുപോലെ ഫ്യൂച്ചറിൻ്റെ അങ്ങനെയാണ്. പ്രസൻറ്റും പാസ്റ്റൊക്കെ ആ വേർഡ് മാറ്റി അവിടെ ഫ്യൂച്ചർ ചേർത്താൽ എന്തായി? ഫ്യൂച്ചറായി, അതായത് ഭാവിയിലെ കാര്യം. അപ്പോൾ നമ്മൾ ഈ ടെൻസ് നല്ലതുപോലെ ഈ ഇംഗ്ലീഷിലേക്കുള്ളൊരു കാൽവെപ്പ് എന്ന് പറയുന്നത് ഈ ടെൻസാണ്, പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അത് നല്ലതുപോലെ നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് ചുവടെ ഉറപ്പിക്കുക. അത് കഴിഞ്ഞ ശേഷമേ നമുക്ക് ഇത് വെച്ച് തന്നെ ഇനി ക്വസ്റ്റ്യൻ ടാഗൊക്കെ ഉണ്ടാക്കാം. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് പറയാം. ഞാൻ എഴുതുന്നു, അല്ലെങ്കിൽ എന്തുവാ, അവൻ എഴുതി. അവൻ എഴുതി എന്നുള്ള ഇംഗ്ലീഷ് വേർഡ് എന്ന് പറയുന്നത് ഹി റോട്ട് എ ലെറ്റർ. അപ്പോഴതിനെ റോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഡ് പ്ലസ് റൈറ്റ് ആണ് റോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ സെൻറ്റൻസ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് നിർമ്മിക്കാൻ പറ്റും, ക്വസ്റ്റ്യൻ ടാഗ് മേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ടെൻസ് വെച്ചുകൊണ്ട് തന്നെ അതിൽ നിന്ന് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ഇനിയിപ്പം ചെയ്യുന്നത് ഈ ഇപ്പം 4 എണ്ണം കഴിഞ്ഞു. പ്രസൻറ്റ് ടെൻസ് 4 എണ്ണം കഴിഞ്ഞു. ഇനി പാസ്റ്റും ഫ്യൂച്ചറും ഉണ്ട്. അപ്പോൾ ആ 4 8 എണ്ണം കൂടെ ആകുമ്പോൾ 12 എണ്ണം നമ്മൾ ഫിനിഷ് ആവും. അത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യണം. അതായത് നമ്മൾ ഒരാളുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം എന്ത്, അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യനും കൂടെ മേക്ക് ചെയ്യണം. ആ രീതിക്ക് നമ്മൾക്ക് പഠിച്ചു പോയാലേ ഈ ഇംഗ്ലീഷിലെ കുറച്ചെങ്കിലുമൊക്കെ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് അപ്പോൾ ബാക്കി നിങ്ങൾ സ്വയമായിട്ട് കുറേയൊക്കെ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യനുകൾ മേക്ക് ചെയ്യുക. അതുപോലെ ഇതൊക്കെ ഒന്ന് എക്സാമ്പിൾ, മോർ ക്വസ്റ്റ്യൻ, മോർ ആൻസർ, മോർ എക്സാമ്പിളൊക്കെ ഇട്ടിട്ട് ഒന്ന് ചെയ്യുക. അപ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെയൊക്കെ ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് നല്ലപോലെ ഒന്ന് ഗ്രിപ്പാവും. അപ്പോൾ ഈ ടെൻസ് മുഖ്യമായി ഈ ടെൻസ് എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ഇത് ടഫാണെന്നൊന്നും പഠിക്കാതിരിക്കരുത്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ചവിട്ടി ഉറപ്പിച്ച് നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഗ്രാമറിൻ്റെ ആ ടെൻസ് ഇതിലേക്ക് നിങ്ങൾക്ക് നിഷ്പ്രയാസം കടന്ന് ചെല്ലാൻ പറ്റും. അത് വലിയ ടഫൊന്നുമില്ല. ഇക്വേഷനുകളൊക്കെ നോക്കി ഒന്ന് പഠിച്ച് അതേ സ്ട്രക്ചറിൽ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഈ പറഞ്ഞ പാസ്റ്റ് അതുപോലെ ഫ്യൂച്ചറും കൂടെ കഴിഞ്ഞിട്ട് കുറേയും കൂടെയൊക്കെ നമുക്ക് ആഴത്തിലിറങ്ങി കുറച്ചുകൂടെയൊക്കെ ഡീപ്പായിട്ട് നമുക്ക് കുറേ കൂടെയൊക്കെ എക്സാമ്പിളുകളിട്ട് നമുക്ക് കുറേ കൂടെയൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.